യുദ്ധം ഉടനൊന്നും അവസാനിക്കില്ല എന്നാണ് നിലവിലത്തെ വിവരം. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതെ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ. നിലവിൽ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇന്ധനം മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പുവരുത്താൻ സുപ്രധാന തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് എടുത്തിരിക്കുന്നത്. അതായത് അതിന്റെ ഭാഗമായിട്ട് വ്യവസായ വാണിജ്യ സ്ഥാപന ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് സർക്കാർ വിലക്കിയിരിക്കുകയാണ്. പകരം ഇവർക്ക് ഇന്ധനം വാങ്ങാൻ പ്രത്യേക ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കുള്ള ഇന്ധന വിതരണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. തുടക്കത്തിൽ 90 ദിവസത്തേക്കാണ് വിലക്കെങ്കിലും ആവശ്യമെങ്കിൽ ഇത് നീട്ടിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് യുദ്ധത്തിന്റെ ഒരു സാഹചര്യം അനുസരിച്ചിരിക്കും. റീറ്റെയിൽ പമ്പുകളിലെ കുറഞ്ഞ വിലയുടെ ആനുകൂല്യം മുതലെടുത്ത് വൻകിട ഉപഭോക്താക്കൾ പമ്പുകളിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം വ്യവസായിക യൂണിറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, മറ്റു വലിയ സ്ഥാപനങ്ങൾ എന്നിവർക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇനി ഇന്ധനം വാങ്ങാൻ കഴിയില്ല. പകരം അംഗീകൃത ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ വഴിയോ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴിയോ ഇവർ ഇന്ധനം കണ്ടെത്തണം. റീറ്റെയിൽ ബൾക്ക് വിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാരണം വൻകിടക്കാർ പമ്പുകളെ ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയിൽ അസാധാരണമായ വർധനവിന് കാരണമായതായി സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കിക്കഴിയുമ്പോൾ ഡൽഹിയിൽ റീറ്റെയിൽ പമ്പുകളിൽ ലിറ്ററിന് 95.20 രൂപയ്ക്കാണ് ഡീസൽ വിൽക്കുന്നത്. എന്നാൽ ബൾക്ക് വിൽപ്പന വിലയിലേക്ക് വരുമ്പോൾ ലിറ്ററിന് 134.50 രൂപയോളമുണ്ട്. ഇതാണ് വൻകിടക്കാരെ പമ്പുകളിലേക്ക് വലിയ രീതിയിൽ ആകർഷിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഡീസൽ വാങ്ങുന്നതിനും പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന തീരുമാനങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച പ്രത്യേക പാത്രങ്ങളിലേക്കോ മാത്രമേ ഇനി ഡീസൽ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉപഭോക്താവിനോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ യാതൊരു കാരണവശാലും മറച്ചു വിൽക്കാൻ പാടുന്നതല്ല. പുതിയ ഉത്തരവ് പ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ വിലക്കുണ്ടാകും. പകരം സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി മാത്രമേ ഇന്ധനം സംഭരിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ പമ്പുകളിൽ നിന്ന് വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്കോ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള ക്യാനുകളിലേക്കോ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന ഒരു നിർബന്ധവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ഡീസൽ മാത്രമേ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ വാങ്ങുന്ന ഡീസൽ ഏതെങ്കിലും തരത്തിൽ മറച്ചു വിൽക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായി പറയുന്നുണ്ട്. നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് മറ്റ് അംഗീകൃത ഇന്ധന വിതരണക്കാർക്കും സർക്കാർ അധികാരം നൽകിയിട്ടുണ്ട്. പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, അനധികൃതമായി ഇന്ധനം വാങ്ങൽ, വിതരണം അട്ടിമറിക്കൽ എന്നിവയ്ക്കെതിരെ കർശന നടപടിയെടുക്കാൻ സർക്കാർ, അതായത് സംസ്ഥാന സർക്കാരോടും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ അവശ്യ സാധന നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്.